ആക്ച്വലി ഇതൊരു പഴയ നൈറ്റി ഒന്നല്ല കേട്ടോ. അത്യാവശ്യം പുതിയൊരു നൈറ്റി തന്നെയാണ്. പക്ഷെ ഞാനത് എനിക്കിടാൻ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടി ഒന്ന് മോഡേൺ ആയിട്ട് വരുന്ന രീതിയിൽ ചെയ്തു തരാം. പണ്ടൊക്കെ എനിക്ക് നൈറ്റിയൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അമ്മ തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അമ്മ തരും. പക്ഷെ എനിക്ക് ഇടാനും ഇഷ്ടമല്ല. കണ്ടോ, ഈ ഒരു ലുക്കിലൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് ഇട്ടൂടെ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലുക്കിലേക്കാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ മേടിച്ച സമയത്ത് ഈ നൈറ്റിക്ക് പ്രിൻസസ് കട്ടിൻ്റെ ആ പോർഷനിൽ സിബ് ഉണ്ടായിരുന്നു. അതൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൈഡ് പോർഷനിലാണ് ഞാൻ ടൈറ്റ് ആക്കുന്നത്. നൈറ്റി കുറച്ച് ലൂസിലിടുന്നതാണ് ഓക്കെ, ബട്ട് സ്റ്റിൽ എന്നാലും ഞാനൊരു തട്ടിക്കൂട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഈ സൈഡ് പോർഷനിൽ ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ വീതിയിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ചോക്കിൽ വരയ്ക്കുന്നത് കാണുന്നുണ്ടോ? കാണുന്നില്ല എന്ന് എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ആക്ച്വലി അത് എനിക്ക് കാണാമായിരുന്നു. ഇനി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചോക്ക് വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും, ഇതിപ്പോൾ ഒരു സൈഡാണ് ഞാൻ കാണിക്കുന്നത്, സെയിം നെക്സ്റ്റ് സൈഡിലും ഇതുപോലെ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു നൈറ്റിയുടെ ഇപ്പം ഞാൻ ഫ്രണ്ട് പോർഷനിലാണ് വരയ്ക്കുന്നത്. സെയിം ഇതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന രീതിയിൽ ബാക്കിലും വരച്ചെടുക്കണം. നമ്മൾ സൈഡിൽ സ്മോക്കി എഫക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഈ കാണുന്ന ഇലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുക. ഇത്രയും വളരെ തിന്നായിട്ടുള്ള ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഇത് പല ഷോപ്പിലും കിട്ടാറില്ല, ഇപ്പോഴും കിട്ടാറില്ല. പക്ഷെ നമ്മളത് തിരഞ്ഞു പിടിച്ച് ഈ സംഭവം തന്നെ മേടിക്കണം, എന്നാലേ നമ്മൾ ഈ കാണുന്ന എഫക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മുടെ ബോബിനിലേക്ക് ഇതുപോലെ അത് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൈ കൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചുറ്റിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ടും ചെയ്യാം കേട്ടോ, കൈകൊണ്ടും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നൂല് ചുറ്റാറില്ലേ, അതുപോലെ വരുന്ന രീതിയിലും ഇതിൽ നൂല് ഈ ഒരു ഇലാസ്റ്റിക് ഇങ്ങനെ ചുറ്റി കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് കുറച്ചൊന്ന് ടൈറ്റിൽ വരുന്ന രീതിയിൽ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കേസിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ചില സമയത്ത് ഈ കേസിൻ്റെ ഉള്ളിലൂടെ ഈ ഇലാസ്റ്റിക് കയറിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആ കേസിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ സ്ക്രൂ ഉണ്ടായിരിക്കും. ആ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി, അപ്പോൾ സ്മൂത്തായിട്ട് കയറിക്കോളും. എന്നിട്ട് നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഗ്യാതേർഡ് ആയിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ കാണും. ഇത് ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ഫ്ലെക്സിബിളാണ്. നമുക്ക് നമ്മൾ ഷേപ്പിനനുസരിച്ചിട്ട് അത് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച് വെച്ചില്ലേ, ഈ സൈഡിലൊക്കെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ച് വെച്ചില്ലേ, ആ ഒരു ലൈൻ കൂടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ കറക്റ്റ് നമുക്ക് എത്ര മെഷർമെൻറ്റിലാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് ആദ്യം നിങ്ങൾ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. അതിന് ശേഷം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുണ്ടോ, ഈ ഒരു എഫക്റ്റാണ് വരുന്നത്. ആക്ച്വലി സംഭവം എനിക്കിഷ്ടമായിട്ടൊക്കെ ഉണ്ട്. അത് നല്ല ഷേപ്പിൽ നല്ല ഭംഗിക്ക്, ഈ ക്ലോത്ത് ആണെങ്കിലും ഒരു ബനിയൻ ടൈപ്പ് ക്ലോത്താണ് വരുന്നത്. അപ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് ഇങ്ങനെ ബോഡി ഹഗ്ഗിങ് പോലെ കിടക്കുന്നുണ്ട്. സോ ഞാൻ സൈഡ് അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് സ്ലീവും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അത്രയും സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു ലുക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയും. ഇത് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത് കൂടെ കമൻറ്റിൽ പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.